തൊണ്ടിയായ അടിവസ്ത്ര കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇടത് MLA ആന്റണി രാജു അയോഗ്യനായത് ഇന്നലെ. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ക്യാമ്പ് ഇന്ന് വയനാട്ടിൽ നടക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. തദ്ദേശത്തിലെ തിരിച്ചടി, അങ്ങനെ പല മാനങ്ങളുണ്ട് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് പുറത്തു വന്നതിന് പിന്നിൽ. യോഗേഷ് ഗുപ്ത ഡയറക്ടറായിരിക്കെ 11 മാസങ്ങൾക്ക് മുൻപാണ് വിജിലൻസ് ഈ ശുപാർശ നൽകിയതെന്നാണ് വിവരം. ഇത്രയും നാൾ മുഖ്യമന്ത്രി ഈ ശുപാർശയിൽ നടപടിയെടുക്കാഞ്ഞത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നു. ഏതായാലും വിജിലൻസിന്റെ നടപടിയോട് പരിഹാസത്തോടെയാണ് VD സതീശൻ പ്രതികരിച്ചത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പൊ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാതെ കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. വിദേശ ഫണ്ട് ഇടപാടിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് CPM. ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് ഉചിതമായ, പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെന്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെന്റ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണ്ട എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യം കോടതിയിൽ പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നിലപാട് മാറ്റി CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഇത് മുൻകാല ചരിത്രം. ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുകയാണ് നിയമമന്ത്രി. 2006 ഫെബ്രുവരിയിലാണ് ലാവ്ലിൻ കേസിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ആ വിജിലൻസ് റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷന്റെ തൊട്ട് മുമ്പ് അവർ CBI അന്വേഷണത്തിന് വിട്ടത്. ആ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ടൈമിംഗ് പറയുന്നത്. ഇത് വിജിലൻസ് റിപ്പോർട്ട് വന്നോ, അതിന് എന്താണ് ഉള്ളടക്കം, അതെല്ലാം ആ രീതിയിൽ നിയമപരമായിട്ടും സ്വതന്ത്രമായിട്ടും അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. CBI അന്വേഷണ വാർത്ത പുറത്തുവിട്ടത് സർക്കാരോ കോൺഗ്രസിലെ VD വിരുദ്ധ ക്യാമ്പോ ആരുമാവട്ടെ, തിരഞ്ഞെടുപ്പ് കാലത്ത് ആക്രമിക്കപ്പെടുന്നുവെന്ന വികാരം പ്രതിപക്ഷ നേതാവിന് അനുകൂലമാകാനാണ് സാധ്യതയേറെ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.